നിർമ്മാണ രംഗത്തെ വൻമരമായി വളർന്ന സുജിത് ശങ്കർ. അയാളുടെ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? കൊലയാളി 59-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കണേ. പായിക്കാട്ട് നഗരത്തിലെ പ്രസിദ്ധമായ നിർമ്മാണ കമ്പനിയാണ് സിഗ്നസ് ഡെവലപ്പേഴ്സ്. പ്രകാശത്തിനെയും നക്ഷത്രത്തിനെയും സൂചിപ്പിക്കുന്നതായിരുന്നല്ലോ ആ പേര്. അതുപോലെ തന്നെ ആയിരുന്നു ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും. കണ്ണടച്ച് തുറക്കും മുമ്പേ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു സിഗ്നസ് ഡെവലപ്പേഴ്സിൻ്റെ വളർച്ച. എളിയ തോതിൽ ഒരു കൺസൾട്ടൻസിയായി ആരംഭിച്ചതാണ് ആ സ്ഥാപനം. അത്തരമൊരു സ്ഥാപനത്തിന് അതുപോലൊരു ചെറിയ നഗരത്തിൽ വളർച്ചാ സാധ്യതയുണ്ടോ എന്ന് പോലും ശങ്കിച്ചവരുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പലരും അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള നിർമ്മാണ കമ്പനികളെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലുമില്ല. അത്തരം നിരക്ഷരരായ ആളുകൾ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു അന്ന് പായിക്കാട്ട്. കരാറുകാർ വീട് പണിതു കൊടുത്തുകൊണ്ടിരുന്ന കാലം. വീടല്ലാത്ത പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലം. പിന്നെ ആളുകൾ എങ്ങനെ കേൾക്കും നിർമ്മാണ കമ്പനിയെപ്പറ്റി? നഗരവുമായി കാര്യമായ ബന്ധവുമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിരുന്നു അത്തരം സ്ഥാപനങ്ങൾ. എന്നാൽ സുജിത് ശങ്കർ എന്ന അതിൻ്റെ ഫൗണ്ടർ അത്യധികം ആത്മവിശ്വാസത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം എന്നും അത് എങ്ങനെ വിജയിപ്പിക്കണം എന്നും നന്നായി അറിയാം. എളിയ തോതിലാണ് ആരംഭിച്ചത് എങ്കിലും വളരെ വേഗമായിരുന്നു അതിൻ്റെ വളർച്ച. ആദ്യം തന്നെ പായിക്കാട്ടെ പള്ളിയുടെ നിർമ്മാണമാണ് സിഗ്നസ് നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയത്. അതുമുതൽ അവർക്ക് കയറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുജിത് ശങ്കറിന് സമ്പത്തും പേരും പ്രശസ്തിയും ആവശ്യത്തിലധികം ഉണ്ടായി. അതിനനുസരിച്ചുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായിരുന്നു. വെറും ഒരു കമ്പ്യൂട്ടറും ഒരു ഓഫീസും മാത്രമായി തുടങ്ങിയതും ഭാവി ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്നതുമായ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച പലരിലും സംശയമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചാത്തൻ പറമ്പിൽക്കാരിൽ നിന്നും ഉമ്മച്ചൻ വാങ്ങിയതായി പറയുന്ന സ്ഥലത്ത് നടത്തിയ നിർമ്മാണ പ്രവൃത്തിയോടെയാണ് സുജിത് ശങ്കർ പായിക്കാടിന് പുറത്തും കൂടുതൽ പ്രസിദ്ധനായ എഞ്ചിനീയറായി മാറിയത്. അവിടെ നടത്തിയ നിർമ്മാണം അത്ര കണ്ട് മനോഹരമായിരുന്നു കേട്ടോ. അത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതുമായിരുന്നു. ഉമ്മച്ചന് വേണ്ടി നിർമ്മിച്ച ഷോപ്പിംഗ് മാളാണ് അതിൽ പ്രധാനം. അതിനടുത്ത കെട്ടിടത്തിൽ തന്നെ സുജിത് ശങ്കറിന് വേണ്ടിയുള്ള ഓഫീസും നിർമ്മിച്ചു. ഇതിൻ്റെ എല്ലാം നിർമ്മാണം കഴിഞ്ഞതോടെ സിഗ്നസിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ താൽപ്പര്യക്കാർ ധാരാളമായി. വർക്ക് കിട്ടുമോ എന്ന് സംശയിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചെയ്യാവുന്നതിലും അധികം വർക്കുകൾക്കുള്ള ഓർഡറുകൾ വന്നു. വരുന്ന ആരെയും സുജിത്ത് നിരാശപ്പെടുത്തിയില്ല. അവർ പറയുന്ന സമയത്ത് തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അധികം വൈകിച്ചുമില്ല. ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും തന്നെ നിർമ്മാണത്തിനുള്ള ഓർഡറുകൾ വന്നു തുടങ്ങി. അതിന് എന്താണ് പരിഹാരമെന്നും സുജിത്തിന് അറിയാമായിരുന്നു. അയാൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കായി തൊഴിലാളികളെ കൊണ്ടുവന്നു. പുതിയതായി പഠിച്ചു പുറത്തിറങ്ങിയ സിവിൽ എഞ്ചിനീയർമാരെ തനിക്ക് താഴെ ട്രെയിനികളായും അസിസ്റ്റന്റുമാരായും നിയമിച്ചു. വിദഗ്ധരായ ആർക്കിടെക്റ്റുമാരെയും ഓഫീസിൽ നിയമിച്ചു. അതോടെ സിഗ്നസിൻ്റെ
വർക്ക് സ്ട്രെങ്ത് പല മടങ്ങ് വർദ്ധിച്ചു. ഒന്നിലധികം സൈറ്റുകളിൽ ഒരേ സമയം വർക്ക് നടന്നു. സുജിത്ത് എല്ലാത്തിൻ്റെയും മേൽനോട്ടം കൃത്യമായി നടത്തി. അങ്ങനെയെല്ലാം ചെയ്താലും തൻ്റെ നല്ല സമയം പരമാവധി നേട്ടമുണ്ടാക്കാനായിരുന്നു സുജിത്ത് ശങ്കറിൻ്റെ ശ്രമം. പായിക്കാട്ട് സുജിത്ത് ശങ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതി ഉമ്മച്ചൻ തന്നെയാണ്. സമ്പത്തിൻ്റെ കാര്യത്തിലും അവർ രണ്ടുപേരും ഇപ്പോൾ ഏതാണ്ട് ഒരേ ലെവലിൽ വരും. അങ്ങനെയുള്ളവരാണല്ലോ സൗഹൃദത്തിന് ഏറ്റവും യോജിച്ചവർ. പ്ലാന്ററായി അറിയപ്പെടുമെങ്കിലും ഉമ്മച്ചൻ വെറും പ്ലാന്റർ മാത്രമല്ല എന്ന കാര്യം അയാളോട് അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അയാൾക്ക് ചേരാത്ത പേരാണ് പ്ലാന്റർ എന്നത്. സുജിത്ത് പായിക്കാട്ട് വന്ന കാലഘട്ടത്തിൽ തന്നെ ആദ്യമായി ചങ്ങാത്തം സ്ഥാപിച്ചത് ഉമ്മച്ചനുമായിട്ടാണ്. ആ ചങ്ങാത്തമാണ് സുജിത്തിൻ്റെ വളർച്ചയുടെ ആരംഭമെന്നും അധികമാർക്കും അറിയാൻ സാധ്യതയില്ലാത്ത രഹസ്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ സുജിത്തിൻ്റെ സ്വാധീനം അതിവിപുലമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻകിട നഗരങ്ങളിൽ പോലും സിഗ്നസിൻ്റെ പദ്ധതികൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും തുടങ്ങി പലതരം കെട്ടിടങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നുമുണ്ട്. അതിനും പുറമെയാണ് റോഡ് നിർമ്മാണത്തിനും പാലം നിർമ്മാണങ്ങൾക്കുമൊക്കെയായി മറ്റൊരു കമ്പനിയും അടുത്ത കാലത്തായി തന്നെ സുജിത്ത് തുടങ്ങിയിരിക്കുന്നത്. ഭാഗ്യമുള്ള പേര് എന്ന നിലയിൽ ആ കമ്പനിക്കും സിഗ്നസ് എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ എന്നല്ല, ഇൻഫ്രാസ്ട്രക്ചർ എന്നാണെന്ന് മാത്രം. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കൂടി തുടങ്ങിയതോടെ തലസ്ഥാനത്തും കമ്പനിക്ക് നല്ല പേരായി. ഉദ്യോഗസ്ഥ പ്രമുഖരുടെ ഇടയിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലും എല്ലാം സിഗ്നസിന് പ്രധാനമായ ഒരു സ്ഥാനം നേടാൻ അതോടെ കഴിഞ്ഞു. ഇന്നിപ്പോൾ സുജിത്ത് ശങ്കർ വിചാരിച്ചാൽ എന്ത് കാര്യവും കേരളത്തിൽ എവിടെയും നടത്തിയെടുക്കാം എന്നതാണ് സ്ഥിതി. ആ സ്വാധീനം അയാൾ തന്ത്രപരമായി ഉപയോഗിക്കുന്നുമുണ്ട്. കരാറുകൾ നേടുന്നതിനും അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനും അയാൾക്കൊരു പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. സമയബന്ധിതമായി തന്നെ വർക്കുകൾ നടത്തി കൊടുക്കുന്നതിനും അയാൾ പേര് കേട്ടവനാണ്. അതൊക്കെ തന്നെയാണ് അയാളുടെ വളർച്ചയുടെ പ്രധാന കാരണവും. അയാളുടെ വളർച്ചയിൽ അസൂയയുള്ളവർ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത് എന്നാണ് പായിക്കാട്ട് പരക്കെയുള്ള സംസാരം. ആദ്യ കാലഘട്ടത്തിൽ അടിസ്ഥാന മൂലധനം സ്വരൂപിക്കുന്നതിൽ ഉമ്മച്ചനോട് ചേർന്ന് ചില കള്ളക്കളികളൊക്കെ സുജിത്തും നടത്തിയിട്ടുണ്ടെന്ന് അറിയാവുന്നവരുണ്ട്. അവരിൽ ഇപ്പോൾ പായിക്കാട്ട് വളരെ കുറച്ചു പേർ മാത്രമേ കാണുകയുള്ളൂ. കുറേ പേർ ബോധപൂർവം അത് മറന്നു കളഞ്ഞു. അപൂർവം ചിലരൊക്കെ അകാല മൃത്യു വരിച്ചവരുണ്ട്. മറ്റു ചിലരൊക്കെ ഓരോരോ രോഗങ്ങൾ വന്ന് തീർന്നു പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ സുജിത്തിനെക്കുറിച്ചോ അവരുടെ സമ്പാദ്യത്തെക്കുറിച്ചോ അറിയാവുന്നവരുണ്ടെങ്കിലും ഓർമ്മിക്കുന്നവർ ആരും തന്നെ പായിക്കാട്ട് നഗരത്തിൽ എവിടെയും ഇല്ല. കൺസ്ട്രക്ടേഴ്സ് ഓർഗനൈസേഷൻ്റെ തെക്കേ ഇന്ത്യൻ സമ്മേളനം നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. കേരളത്തിൻ്റെ പ്രതിനിധിയായി അതിൽ പങ്കെടുക്കാൻ പോകുന്നത് സുജിത്ത് ശങ്കറാണ്. വിമാനത്തിൽ പോകാനാണ് ആദ്യം വിചാരിച്ചത്. എങ്കിലും അവസാന നിമിഷം സുജിത്ത് യാത്ര തൻ്റെ ലക്ഷറി കാറിൽ തന്നെ ആകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു.
പാലക്കാട് വഴിയാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ചില പ്രത്യേക താല്പര്യങ്ങളുള്ള സമയങ്ങളിൽ എത്ര ദൂരം ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിലും സുജിത്തിന് തനിയെ പോകാൻ യാതൊരു മടിയുമില്ല. 200-250 കിലോമീറ്റർ ദൂരം പോകുമ്പോൾ കുറച്ച് സമയം വിശ്രമിക്കും. വീണ്ടും വാഹനമോടിക്കൽ തുടങ്ങും. ഒറ്റയ്ക്ക് പോകാനാണ് ഇപ്പോഴും സുജിത്ത് വിചാരിച്ചത്. പക്ഷേ അവസാന നിമിഷം മകൻ ആദിയുടെയും തൻ്റെ ഭാര്യയുടെയും നിർബന്ധത്തിന് അയാൾ വഴങ്ങുകയായിരുന്നു. തനിച്ചാണ് സുജിത്ത് ബാംഗ്ലൂരിൽ പോകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ ഡ്രൈവർ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുകയുമായിരുന്നു. ഡ്രൈവർമാരെ കിട്ടാൻ പായിക്കാട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല പരിചയമുള്ള വിശ്വസ്തനായ ഒരാളിനെയാണ് സുജിത്തിനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകാൻ ഡ്രൈവറായി നിയമിച്ചത്. അയാളുടെ പേര് സജി എന്നാണ്. തങ്ങൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ സജി വണ്ടിയും കൊണ്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞത് മകൻ ആദിയാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്നുള്ള ആദിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റോടു കൂടിയാണ് സജിത്ത് ശങ്കറിനോടൊപ്പം പോയത്. അങ്ങോട്ടുള്ള യാത്ര പാലക്കാട് വഴി കോയമ്പത്തൂരിലൂടെ പോയി. കാഴ്ചകൾ കണ്ട് കോ ഡ്രൈവർ സീറ്റിലിരുന്നുള്ള യാത്ര സജിത്ത് ശങ്കറിന് നന്നായി ബോധിച്ചു. പാലക്കാടൻ മണ്ണിലും തൻ്റെ നിർമ്മാണ കമ്പനി വേരുറപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ എന്ന് യാത്രയിലുടനീളം അയാൾ ചിന്തിക്കുകയും ചെയ്തു. സജിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒന്നും അഭിപ്രായം പറയാൻ മാത്രമുള്ള വിജ്ഞാനം കാണില്ലായിരിക്കും എന്നതായിരുന്നു സജിത്തിൻ്റെ വിചാരം. അതുകൊണ്ട് സജിയോട് അഭിപ്രായം ചോദിച്ചാലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ വണ്ടി ഓടിക്കട്ടെ, വർത്തമാനം പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തെറ്റിക്കണ്ട. അല്ലെങ്കിലും സജിത്ത് ശങ്കറിന് അങ്ങനെ ഒരു സ്വഭാവമില്ല. തൻ്റെ മനസ്സിന് യുക്തം എന്ന് തോന്നുന്ന ഒരു തീരുമാനം കണ്ണും പൂട്ടിയങ്ങ് എടുക്കും. അതിന് ആരോടും കൂടുതൽ അഭിപ്രായം ചോദിക്കുകയും മറ്റുമില്ല. പലരോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യം നടന്നില്ല എന്ന് വരും. തനിക്ക് തോന്നുന്നത് നല്ലത് എന്നതാണ് അയാളുടെ ഒരു രീതി. ആ രീതി കൊണ്ട് വിജയമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഇനിയും അതുതന്നെ പിന്തുടരാനാണ് അയാളുടെ തീരുമാനം. സമ്മേളനം തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ ബാംഗ്ലൂരിലെത്തി. സജിക്ക് താമസിക്കാൻ വേണ്ടി അല്പം ചെലവ് കുറഞ്ഞ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നൽകി. അതിനുശേഷം തൻ്റെ സ്റ്റാറ്റസിനൊത്ത ചങ്ങാതിമാരോടൊത്ത് ഒരു വൻകിട ഹോട്ടലിൽ അന്നത്തെ രാത്രി തങ്ങുകയായിരുന്നു സജിത്ത് ശങ്കർ ചെയ്തത്. പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള ചടങ്ങുകൾക്ക് ശേഷം അന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് സജിത്തിന് നിർബന്ധമായിരുന്നു. തിരിച്ചുള്ള അവരുടെ യാത്ര പാലക്കാട് വഴി ആയിരുന്നില്ല. ബത്തേരി കോഴിക്കോട് വഴി പോകാം എന്ന തീരുമാനമെടുത്തതും സജിത്ത് ശങ്കർ തന്നെയാണ്. അത് വെറുതെ ഒന്നുമായിരുന്നില്ല. അതിന് പക്ഷേ പ്രധാനമായ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രം. ആ മടങ്ങിവരവിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നില്ലേ? എന്തോ ഒരു അപകട സൂചന? ചിലപ്പോൾ വെറും തോന്നലായിരിക്കും, അല്ലേ? കണ്ടറിയാം. അടുത്ത ഭാഗത്തിൽ ആ വിവരം അറിയാം. സജിത്ത് ശങ്കറിൻ്റെ ബാംഗ്ലൂർ യാത്ര അയാളെ എവിടേക്കാണ് നയിക്കുന്നത്? സജിയുടെ വരവ് തികച്ചും യാദൃച്ഛികമോ അതോ മറ്റെന്തെങ്കിലും പദ്ധതിയുടെ ഭാഗമോ? ഇതിൻ്റെ മറുപടി അടുത്ത ഭാഗത്തിൽ. കൊലയാളി തുടരും. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യും കേട്ടോ. വായിക്കണേ, അല്ലെങ്കിൽ കേൾക്കണേ.